ഹരി ഓം. ദശകം 16, ശ്ലോകം 8. ദൃഷ്ടോർവശീം തവ കഥാം ജ നിശമ്യ ശക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്വധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ദൃഷ്ട്വാ ഉർവശീം, ദൃഷ്ടോർവശീം, തവ കഥാം ച നിശമ്യ ശക്രഃ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ. പര്യാകുലഃ അജനി, പര്യാകുലോ ജനി, ഭവത് മഹിമാ അവമർശാത്. പര്യാകുലോ ജനി ഭവൻ മഹിമാവമർശാത്. ഏവം പ്രശാന്ത രമണീയതര അവതാരാത്. ഏവം പ്രശാന്ത രമണീയതരാവതാരാത്. ത്വത്തഃ അധികഃ വരദ കൃഷ്ണതനുഃ ത്വം ഏവ. ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനി ഭവൻ മഹിമാവമർശാത്. ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ശ്ലോകം 8 അന്വയവും അർത്ഥവും ഒന്ന് നോക്കാം. ശക്രഃ ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച. ശക്രഃ ഇന്ദ്രൻ ഉർവശീം ദൃഷ്ട്വാ ഉർവശിയെ കണ്ടിട്ടും തവ കഥാം നിശമ്യ ച അവിടുത്തെ കഥകൾ കേട്ടിട്ടും ഭവൻ മഹിമാവമർശാത് പര്യാകുലഃ അജനി. ഭവത് മഹിമാവമർശാത് അവിടുത്തെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട് വ്യാകുലനായി തീർന്നു. അപ്പം ഇന്ദ്രൻ ഉർവശിയെ കണ്ടു, പിന്നെ അവിടുത്തെ കഥകളൊക്കെ കേട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ മാഹാത്മ്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വ്യാകുലനായി തീർന്നു ഇന്ദ്രൻ. ഹേ വരദ ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തഃ. ഹേ വരദ, അല്ലയോ ഭഗവാനെ, അഭീഷ്ടദായക, അഭീഷ്ടത, ഇപ്രകാരം പ്രശാന്തരമണീയതരാവതാരാത് ഇപ്രകാരം സൗമ്യവും ആശ്ചര്യകർമാനുഷ്ഠാനത്തിൽ അതിമനോഹരവുമായ അവതാരമെടുത്ത ശ്രീനാരായണമൂർത്തിയായ നിന്തിരുവടിയേക്കാൾ. അപ്പം ഈ നാരായണമൂർത്തി എങ്ങനെയാണ്? സൗമ്യനാണ്, ആശ്ചര്യകർമാനുഷ്ഠാനത്താൽ അതിമനോഹരമായ അവതാരവുമാണ് ശ്രീനാരായണമൂർത്തിയുടേത്. അപ്പോൾ അതിനേക്കാളും അതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ ശ്രീനാരായണമൂർത്തിയായിരിക്കുന്ന നിന്തിരുവടിയേക്കാൾ അധികഃ ശ്രേഷ്ഠനായവൻ കൃഷ്ണതനുഃ ത്വം ഏവ. അപ്പം അതിനേക്കാളും ആ ശ്രീനാരായണമൂർത്തി തന്നെ വളരെ സൗമ്യനാണ്, ആശ്ചര്യകർമാനുഷ്ഠാനത്തിൽ അതിമനോഹരമാണ്. അങ്ങനെ അവതാരമെടുത്ത ശ്രീനാരായണമൂർത്തിയായ നിന്തിരുവടിയേക്കാൾ ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ സ്വരൂപനായ നിന്തിരുവടി മാത്രമാകുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ ഭക്തനല്ലേ? അപ്പം ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. അപ്പം ആ ഗുരുവായൂരപ്പൻ എങ്ങനെയുള്ളവനാണ്? ശാന്തിയും വിചിത്രകർമ്മവും കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനാണ്. അതുപോലെ തന്നെയാണ് ശ്രീനാരായണമൂർത്തിയും. എന്നാലും ആ ശ്രീകൃഷ്ണ സ്വരൂപനായ നിന്തിരുവടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ ഭട്ടതിരിപ്പാടിൻ്റെ കൃഷ്ണഭക്തിയാണ് ഇതിനകത്ത് നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാൻ സമ്മാനിച്ച ആ ഉർവശിയെയൊക്കെ കൊണ്ട് ആ കാമദേവൻ ദേവലോകത്തെത്തി. അപ്പോഴോ ദേവേന്ദ്രൻ ആ ഭഗവാനാൽ നൽകപ്പെട്ട ഉർവശിയെ കണ്ടിട്ടും അങ്ങയുടെ ആ വിചിത്ര ലീലാവിലാസങ്ങളെക്കുറിച്ച് കേട്ടിട്ടും ആ ഭഗവാൻ
ഭഗവാന്റെ ആ മാഹാത്മ്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ച് പരവശനായി തീർന്നു, വ്യാകുലനായി തീർന്നു. അല്ലയോ, ഭക്താഭീഷ്ടദായകനായിട്ടുള്ളവനെ ഇപ്രകാരം ശാന്തവും രമണീയവും വിചിത്രങ്ങളുമായിരിക്കുന്ന അവതാരത്തോടു കൂടിയിരിക്കുന്ന അങ്ങയിൽ നിന്നും ഉന്നതനായിട്ടുള്ളവൻ കൃഷ്ണമൂർത്തിയായിരിക്കുന്ന ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ദൃഷ്ടോർബശീന്തവ കഥാം ജ നിശമ്യ ശക്രഃ പര്യാകുലോചനി ഭവൻ മഹിമാവവർഷാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ.